ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏത്തായി ബീച്ചിലാണ് കേട്ടോ. ഒരു നാട് മൊത്തം കടലിൻ്റെ അടിയിലായ കാഴ്ചകൾ ഞാൻ ഓൾറെഡി പങ്കുവെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മുന്നിൽ. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അന്ന് കാണിച്ച പല വീടുകളും നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കടലെടുത്ത് പോയ അത്രയും രൂക്ഷമായുള്ള അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോണത് വല്യമ്മേരെ വീടാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ വല്യമ്മേരെ വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല, ഒരുപാട് മാറി. അപ്പോൾ ഇതിന് മുന്നേ ഒരു വർഷം മുന്നേ ഞാൻ വന്നിട്ട് എടുത്ത വേറൊരു വീഡിയോ കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇവിടുത്തെ ആളുകളെക്കുറിച്ചും ഇവിടുത്തെ കടൽ ഈ വീടുകൾ എടുത്ത് പോയതിനെക്കുറിച്ചും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല, കാരണം അതിനെക്കുറിച്ച് പറയാനായിട്ട് ആരുമില്ല. അപ്പോൾ അധികാരപ്പെട്ടവരും എല്ലാവരും ഇതൊന്ന് കണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ വന്നത് കേട്ടോ. കാരണം അടുത്ത ജനറേഷൻ വരുമ്പോൾ ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ കടലെടുത്ത് പോയിട്ട് ഇതൊരു ബീച്ച് മാതിരി, സാധാരണ ഒരു ബീച്ച് മാതിരി ആവും. പക്ഷെ ഇവിടെ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഇട്ടുപോയി. കാരണം നരകമായി മാറി ഈ ഒരു ഏരിയ. നമുക്ക് എല്ലാ വിഷയിലും കാണാം. കമോ ഓൾറെഡി വീട് മാറിപ്പോയി, പക്ഷെ ആ വീടിന്റെ അവസ്ഥ ഒന്ന് കണ്ടോക്കിയേ. ഇതാണ് ആ വീട്. അങ്ങോട്ട് പോയി നോക്കാം. ഞാനൊക്കെ പണ്ട് ഓടിക്കളിച്ചു പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ നിക്കണതേ ഫുള്ള് കടലാ. ഇത് നോക്കി നിങ്ങള്, ഇപ്പൊ വീടിന്റെ ബാക്കില് കടലാണ്. വീടിന്റെ മേൽക്കൂരയില് ഇങ്ങനെ നിന്നോട് തിന്നിട്ടില്ലേ സെൻസൈഡ് പിടിച്ചോളണം. ഇപ്പൊ നോക്കിയേ, സ്ഥലത്ത് വീടെടുക്കേ ഫുള്ള് പോയിട്ടാ. അവസ്ഥന് ഇതിന്റെ ഒക്കെ ഏറ്റവും മുന്നേ ഒരു കൊല്ലം മുന്നത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിന്റെ ഒപ്പം കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാവും. അതവിടെ നിർത്തിയിട്ട് എൻ്റെ പൊന്നെ തൊട്ട് ബാക്ക് വരെ എത്തി. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിന്ന് വയ്ക്കാം. വണ്ടി ഇവിടെ വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിമാലയൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് വല്യമ്മേരെ വീട്. പണ്ടൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കുറേ വന്ന് നിന്നുള്ളതുണ്ട് അവിടെയൊക്കെ. അപ്പോൾ അന്നൊക്കെ എൻ്റെ പൊന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവണം. കടലൊന്നും ഇവിടെ ഒന്നും അല്ലായിരുന്നു. ഇത് നോക്കിയേ,